ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജേഴ്സി ഗാർഡനിങ്. ഇന്ന് നമ്മൾ കുമ്പളങ്ങ കൊണ്ട് എളുപ്പത്തിൽ എങ്ങനെ ഓലൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇന്നത്തെ വിഭവം ഓലൻ. ഓലൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം കുമ്പളങ്ങ, അര കപ്പ് വൻപയർ, റെഡ് ഗ്രാം, ഏകദേശം 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്, 3 പച്ചമുളക്, ഒരു 3 തണ്ട് കറിവേപ്പില, തേങ്ങാപ്പാൽ. ഈ ക്യാനിനകത്ത് 400 ml തേങ്ങാപ്പാലുണ്ട്, പക്ഷേ നമ്മളിവിടെ 200 ml ഓലൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ്. ആദ്യം നമുക്ക് പയർ അര കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ 1 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം. അല്പം ഉപ്പ് ഇടണം. പയർ വേവുന്ന സമയത്ത് നമുക്ക് കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. കുമ്പളങ്ങ ചെറുതായി അരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുക്കറിൽ പയറും വെന്ത് കഴിഞ്ഞു. പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പയർ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പയർ ഈ പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇടാം. ഇതിലേക്ക് 3 പച്ചമുളകും കൂടി ഇടാം. പച്ചമുളക് കീറിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് തിളപ്പിക്കുന്നത്. ഈ ക്യാനിനകത്തെ തേങ്ങാപ്പാലിൽ നിന്ന് 1/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അതാണ് പയറും കുമ്പളങ്ങയും കൂടെ ഒരുമിച്ച് വേവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കാം. ഇത് ഡൈല്യൂട്ട് ചെയ്ത തേങ്ങാപ്പാൽ. കുമ്പളങ്ങയ്ക്കകത്ത് നല്ല വെള്ളമുള്ളത് കൊണ്ട് ഇത്രയും വെള്ളം മതി ഇത് വേവിക്കാനായിട്ട്. ഇനി ഒരു അല്പം ഉപ്പും കൂടി ഇടാം. പയറിന് ആദ്യം ഉപ്പിട്ടതായിരുന്നു, ഇനി കുമ്പളങ്ങയ്ക്കുള്ള ഉപ്പും കൂടി ഇട്ടാൽ മതി. ഇത് അടച്ചു വെച്ച് ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും കുമ്പളങ്ങ വെന്തിരിക്കും. ഇപ്പോൾ കൃത്യം 6 മിനിറ്റായി. കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നോക്കിക്കേ, നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കുമ്പളങ്ങയ്ക്കകത്തുനിന്ന്. തേങ്ങാപ്പാലല്ലാതെ വേറെ ഒട്ടും വെള്ളം ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നന്നായിട്ട് ഞെരടിയിടാം, നല്ല ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ഒഴിക്കാം. ഇത് ഡൈല്യൂട്ട് ചെയ്യാത്ത തേങ്ങാപ്പാലാണ്, 1/4 കപ്പ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. രണ്ടാമത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കുക. ഇപ്പോൾ തീ ഓഫ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇനി ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം, എല്ലാം കൂടി ഒന്ന് സെറ്റാകാനായിട്ട്. ഇനി നമ്മുടെ ഓലനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.